പണ്ട് മുതൽക്കേ തുറവൂരുകാരുടെ വേണ്ടപ്പെട്ടവനാണെങ്കിലും തിരുനക്കര ശിവനും പതിവില്ലാത്തൊരു പകിട്ടും പത്രാസും പ്രകടിപ്പിക്കുന്നുണ്ട്. ഐമനം ക്ഷേത്രത്തിൽ നിന്നും ഈയിടെ അവന് ലഭിച്ച ഗജകേസരി പട്ടവും എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ സമ്മേളനത്തിൽ അവൻ്റെ പാപ്പാൻ നടേശൻ ഏറ്റവും മികച്ച പാപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷാതിരേകവുമാകാം ഈ ഉത്സാഹത്തിന് പിന്നിലെ ചേതോവികാരം. കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറഞ്ഞതുപോലെ തുറവൂർ എന്ന് കേൾക്കുമ്പോഴേ ഒരുപോലെ ഉള്ളം തുളുമ്പുകയും തിളയ്ക്കുകയും ചെയ്യേണ്ടുന്ന ഒരാളാണ് ഗുരുവായൂർ ഇന്ദർസൻ. കാരണം പോയ വർഷത്തെ ദീപാവലി ഉത്സവം കഴിഞ്ഞ് മടങ്ങും വഴി അവനൊരു പണി പറ്റിച്ചു. മുന്നും പിന്നും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിൽ നിന്ന് ഒരു ചാട്ടം. അതോടെ ഇനി കുറേ കാലത്തേക്ക് ഇന്ദറെ ലോറിയിൽ കയറ്റേണ്ടെന്ന് വിധിച്ച് ഗുരുവായൂർ ദേവസ്വം തീരുമാനവും എടുത്തിരുന്നു. പക്ഷെ പിന്നെയും ദീപാവലി ഉത്സവത്തിൻ്റെ കിളി വന്ന് മുട്ടി വിളിച്ചപ്പോൾ പഴയതെല്ലാം മറന്ന് ഇന്ദർസൻ ഇതാ ഗോദയിൽ. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. ഇക്കുറി സാരഥിയായി ഒപ്പമുള്ളത് സിംഗനാണ്. ഗുരുവായൂർ പത്മനാഭൻ്റെ ഇടച്ചട്ടക്കാരനായിരുന്ന സിംഗൻ. പത്മനാഭനാശാൻ്റെ മതപ്പാട് കാലത്ത് അവനെ എന്തെങ്കിലും ഒന്ന് തീറ്റിച്ചെടുക്കാൻ തൊള്ള കീറുന്ന സിംഗനെ നമ്മുടെ പ്രേക്ഷകരും മറക്കാൻ വഴിയില്ല. കുറവ് രാജ്യമല്ല, ഞാൻ ഒരു 10-20 കൊല്ലമായിട്ട് വരുന്ന ഈ ആനയായിട്ട് തന്നെ ഇപ്പോൾ 12 കൊല്ലമായി. അടിപൊളി ഉത്സവം. എല്ലാ പ്രാവശ്യവും വെച്ച് നോക്കുമ്പോൾ നല്ല ഉത്സവമാണ്. എല്ലാ പ്രാവശ്യവും ഇവിടുത്തെ ഉത്സവം സാധാരണ മോശം വരത്തില്ല. പ്രാവശ്യത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം പോലെ പ്രത്യേകത കൊണ്ട് ആനകൾക്കെല്ലാം ഭക്ഷണം, ആനകൾക്ക് തീറ്റ ഇറക്കി തരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രാവശ്യത്തിലും വ്യത്യസ്തമായിട്ട് ഉണ്ട്. സാധാരണ ഞാൻ എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുക എന്താണ് നല്ല ആനകൾ, നാടൻ ആനകൾ, തലയെടുപ്പുള്ള ആനകൾ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടത് ആനയ്ക്ക് നല്ല ഭക്ഷണം, നല്ല ട്രീറ്റ്മെന്റ്. അതെ, ആനകൾ ഏറ്റവും കൂടുതൽ അങ്ങനെ കാര്യം ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെ ആനകൾക്ക് വേണ്ട ആനയെ കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, വെള്ളം, ആനകൾക്ക് എപ്പോഴും കൊടുക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പൊതുവെ നല്ല രീതിയിലാണ് എല്ലാവരുടെ ഇടപെടിയിൽ. നല്ല നാടനാനകളാണ്, നല്ല ആനകളാണ്, തലയെടുപ്പുള്ള ആനകളാണ്. ഒരു ദിവസത്തെ തടമ്പ് കിട്ടി, നമുക്ക് ഒരു ദിവസത്തെ തടമ്പ് കിട്ടി. എങ്ങനെയുണ്ട് ഉത്സവം? എങ്ങനെയുണ്ട്? നല്ല ഉത്സവം. ആനകളൊക്കെ ഇഷ്ടപ്പെട്ടു? ആനകളൊക്കെ ഇഷ്ടം. സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഗുരുവായൂർ പത്മനാഭൻ്റെ വിരമിക്കലോടെ ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ പതാകവാഹകനായിരിക്കെയാണ് വലിയ കേശവൻ. പക്ഷെ ആരും കൊതിക്കുന്ന ആ പൊൻകിരീടവും ചെങ്കോലും കയ്യെത്തും ദൂരത്തിരുന്ന് മാടി മാടി വിളിക്കുമ്പോഴും വലിയ കേശവൻ്റെ തിരുമുഖത്ത് ഇത്തിരി തെളിച്ചക്കുറവുള്ളതുപോലെ. ബീഹാറിയാണ്, വരത്തനാണ് എന്നുള്ള ഒരു വിവേചനം ഇപ്പോഴും ഇവിടെ ചിലരുടെയൊക്കെ മനസ്സുകളിൽ തനിക്കെതിരെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള അവൻ്റെ സന്ദേഹമാകാം ഒരുപക്ഷേ ആ തെളിച്ചക്കുറവിൻ്റെ കാരണം. കുളിക്കടവിലായാലും തറവാട്ട് പൂമുഖത്തായാലും കാരണവന്മാരെ കാണുമ്പോൾ ഇളമുറക്കാർ മടക്കിക്കുത്തഴിച്ച് പിന്നോട്ട് ഒതുങ്ങി മാറുമായിരുന്നു. പക്ഷേ കാലം പോയപ്പോൾ കാരണവന്മാരെയും കണ്ണിൽ പിടിക്കാതെയായി. ഏതെങ്കിലും ഒരു കാരണവർക്കായി ഒരിക്കലൊന്ന് ഒതുങ്ങി മാറിക്കൊടുത്താൽ പിന്നെ അത് എന്നേക്കുമായുള്ള ഒരു താരിപ്പായി മാറുമെന്ന ആശങ്കയിലാവാം തിരക്കിട്ട് കുളിക്കുന്നവർ പിന്നിൽ വന്ന് കാത്തു നിൽക്കുന്ന കാരണവന്മാരെ കണ്ടിട്ടും കണ്ടമട്ട് കാട്ടാത്തത്. കുളിക്കടവിൽ മാത്രമല്ല, ആനയൂട്ട് എന്ന പന്തിയിലായാലും അരങ്ങിലെത്തുന്ന എഴുന്നള്ളിപ്പിൻ്റെ സ്ഥാനമാനങ്ങളിലായാലും ഒതുങ്ങി മാറിക്കൊടുക്കാൻ ആരും തയ്യാറില്ല എന്നതാണ് പുതിയ സമീപനം. ആനകൾക്കിടയിൽ സ്ഥാനമാനങ്ങളും തിടമ്പുകളും പ്രശ്നമാക്കേണ്ടതല്ലെങ്കിലും പാപ്പാന്മാർക്കും ഉടമയ്ക്കും അതൊരു അഭിമാന പ്രശ്നം തന്നെയാണ്. ഉത്സവ നഗരികളിൽ ആനകളെ കാണാനെത്തുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനത്തിന് ആനയുടെ ഭംഗിയും ഗാംഭീര്യവും നിൽപ്പും നടപ്പും തലയെടുപ്പും മാത്രമൊക്കെയാവും പരിഗണനാ വിഷയങ്ങളെങ്കിലും അല്പം കൂടി ഗ്രേഡ് കൂടിയ ആനപ്രേമികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പുതിയ ഒരു സീസണിൽ ആന കയറാൻ എത്തിയിരിക്കുന്ന പാപ്പാന്മാർ ആരൊക്കെയാണ് എന്നതും അവരിൽ ആർക്കൊക്കെയാണ് സ്ഥാനചലനങ്ങളും കൂടുവിട്ട് കൂടുമാറ്റവും ഉണ്ടായിരിക്കുന്നത് എന്നതും. ഉദാഹരണത്തിന്, കഴിഞ്ഞ സീസണിൽ പാമ്പാടി രാജനെ കൊണ്ടു നടന്ന് എഴുന്നള്ളിച്ചിരുന്ന പാപ്പാൻ ഇപ്പോഴിതാ മംഗലാംകുന്ന് കർണനൊപ്പമാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ പോയ വർഷം
കൂറ്റനാട് രാജശേഖരന് വഴിതെളിച്ചിരുന്ന പാപ്പാനാണ് ഇപ്പോൾ പാമ്പാടി രാജന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കണ്ണൻ, ഈ തുറവൂർ ഉത്സവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? കൊല്ലം ഇവിടെ ശിവരാജു, പാമ്പാടി രാജൻ, വലിയേശ്വൻ, കർണൻ, ശ്രീനിവാസൻ ഇത്ര ആനകൾ ഒരുമിച്ച് ഇനി ഈ സീസണിൽ ശിവരാജു, പാമ്പാടി രാജൻ ഒന്നിക്കുന്നത് നമുക്ക് വളരെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ ഈ സീസണിൽ. ഇനി അടുത്ത സീസണിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇനിയും കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടുത്തെ ഈ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും ഇഷ്ടപ്പെട്ട ആന മംഗലാംകുന്ന് ഹൈറ്റും വെയിറ്റും എല്ലാം കൊണ്ട് ബാക്കി ആനകൾക്കൊക്കെ ഹൈറ്റും വെയിറ്റ് ഉണ്ട്. എന്നാലും കൊള്ളാം. പാമ്പാടി രാജൻ. പാമ്പാടി രാജൻ രണ്ടുപേരും തമ്മിൽ അങ്ങനെയില്ല അങ്ങനെയില്ല ഈ പാമ്പാടി രാജന്റെ ഓരോ ഇഷ്ടമല്ലേ വഴക്കതിന്റെ പേരൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ആനയിൽ ആറന്മുള രഘു, തിരുവല്ല ജയചന്ദ്രൻ എന്നീ ആനകൾ ചെരിഞ്ഞു. ഈ ആനകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആന നല്ല ആനയും ഈ തൃക്കടവൂർ ശിവരാജനാണ്. അതായത് ഈ തൊറൂർ ആണ് ആദ്യമായിട്ട് വരുന്നത്. തൊറൂർ വന്നതിന് ശേഷമാണ് വൈക്കം, അതുപോലെ തിരുപുരം, അതുപോലെ പല ക്ഷേത്രങ്ങളും ഈ ഭാഗത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ട് അതിന് തൊറൂർ വന്നതിന് ശേഷം അതിന് വലിയൊരു പ്രാമുഖ്യം. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇപ്പോൾ അതിനെ ബുക്ക് ചെയ്യാൻ ആൾക്കാർ, കമ്മിറ്റിക്കാരും അതുപോലെ ദേവസ്വം ബോർഡിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഈ ആനയെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊല്ലം ഗ്രൂപ്പിലാണ് ഈ ആനയുടെ ആസ്ഥാനം. കൂടുതൽ പോപ്പുലാരിറ്റി ഈ ആനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നു. ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈ ആനയെ കൃത്യമായിട്ട് പരിപാലിക്കുന്നു. ഇപ്പോഴത്തെ സർക്കാർ നിയമവും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ആനയെ.